ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൂര്യ ഗെയിമർ. അപ്പോൾ നമ്മൾ ഇന്ന് ഇറക്കിയത് ഒരു KSRTC ആണ്. ശബരിമല ട്രിപ്പ് എടുക്കുകയാണ്. സ്വാമിയെ ശരണയ്യപ്പ. പക്ഷെ മുന്നിൽ ഒരു സാധനം വേണം. അത് നമ്മൾ ഈ മേലെത്തിയിട്ട് കാണിച്ചു തരാം. മേലെത്തിയാൽ അത് വരും. ഇത് പമ്പ റൂട്ടാണ്, പക്ഷേ നമ്മൾ ശബരിമലയിലൊക്കെ ആക്കിയെടുത്തതാണ് ഗൈസ്. അപ്പോൾ ഇത് KSRTC പച്ച ബസ്സാണ്, പച്ച KL 15A 1972 ഈ നമ്പർ. ഇത് ഇന്ത്യയിൽ ഇട്ടിട്ട് ഓടിക്കാനാണ് സുഖം. പക്ഷേ ഇതിൻ്റെ ബമ്പർ വിട്ടുപോകുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. വിട്ടിട്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കാൻ പോവുകയാണ്. കണ്ടക്ടർ ഉണ്ട്, അവരെ മൈൻഡാക്കണ്ട. എടാ പിരിക്കടാ. അപ്പോൾ കണ്ടക്ടർ പിരിക്കട്ടെ. അപ്പോൾ നമ്മൾ സ്വാമി ശരണയ്യപ്പ എന്ന് പറഞ്ഞു വണ്ടി എടുത്തു. ബമ്പർ അടിച്ചു. അത് ശരിയല്ല. ഇന്ത്യയിൽ ഇട്ട് ഓടിക്കാൻ സുഖമാണ്. പിന്നെ KSRTC ആയതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും വണ്ടി മേലോട്ടെത്തും. അല്ലാണ്ട് മറ്റേ ബസ് വരെ താഴേക്ക് വരില്ല. ഫസ്റ്റ് ഗിയറിലൊന്നും വേണ്ട, സെക്കൻഡിലോ തേർഡിലോ ഇട്ടാൽ മതി, മേലെ എത്തിക്കോളും. മുന്നിൽ 2 അയ്യപ്പനുണ്ട്. ഒന്നില്ല, രണ്ടില്ലേ? 2 ഉണ്ടാവും. 1 പണ്ടത്തെ മാപ്പ് തന്നെയാണ് ഗൈസ്, വേറൊന്നും പറയാനില്ല. മരലുണ്ട്. പണ്ടത്തെ പോലെ തന്നെ നടുക്ക് മരമുണ്ട്. നമ്മൾ സൈഡ് കൂടി എടുത്ത് പോവുകയാണ്. വീണ്ടും നമ്മൾ സൈഡ് എടുത്ത്. ഇവിടെ ഇങ്ങോട്ട് വരുന്ന വണ്ടിയില്ല, അതുകൊണ്ട് സുഖമായി. ഇനി അങ്ങോട്ട് പോകുന്ന വണ്ടി ഉണ്ടാവേണ്ടിയാണ്. ഏതെങ്കിലും ഉണ്ടാവും. നേരെ കാണാം നമുക്ക് വണ്ടി. അയ്യോ, ഇപ്പം പോയ തന്നെ ഗൈസ്. ഇപ്പത്തായത്തേനെ. അപ്പോൾ ഇതാ വീണ്ടും കാണും. ഒന്നും കാണുന്നില്ലല്ലോ. വണ്ടിയൊന്നുമില്ല. പൊട്ടപടായി. റൈറ്റ് അണ്ണൈ, പൈസ കൊടുക്കണ്ണൈ. എല്ലാവരും പൈസ കൊടുക്കണ്ണൈ. ടിക്കറ്റ് എടുക്കാത്തവരും കൊണ്ടോ വണ്ടിയിൽ ടിക്കറ്റ് എടുക്കാണ്ട് പോകുന്നവർക്ക് ശിക്ഷയുണ്ട്. പിന്നെ വീണ്ടും വണ്ടി തിരിച്ച് ടയർക്ക് പോകും. എന്തായാലും ടിക്കറ്റ് എടുക്കുക. പോയി. ബാക്ക് ടയർ പാളുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അല്ലേ, ഇല്ലെങ്കിൽ സൂപ്പർ എക്സ്പ്രസ്സാണ്. ഇതിനകത്ത് സൂപ്പർ എക്സ്പ്രസ് എന്നാണ് ഉള്ളത് ഗൈസ്. ഇത് പുതിയ, ഞാൻ ഇപ്പം ഇറക്കിയതിന് അത്ര വണ്ടി, അതുകൊണ്ട് ഇതിൻ്റെ ഫ്യൂച്ചേഴ്സ് ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. ഇതൊരു ഇപ്പോൾ ഒരു 70 സ്പീഡിലെല്ലാം കയറുന്നുണ്ട്. കുന്നായതുകൊണ്ട് വരുമ്പോൾ നല്ല സ്പീഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 100 തന്നെ എത്തിക്കണമെന്നാണ് ഒരിത്. 100 ഹെൽത്ത് അപ്പും വേണം ഗൈസ്. പെട്രോൾ പക്ഷേ കുറയും, അത് വേറെ കാര്യം. പൈസ നമുക്കില്ലേ ഇല്ല. 6 ഉറുപ്പ്യയുള്ളൂ. 6.172 രൂപ മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ വണ്ടി ഹമ്പ് കയറുമ്പോൾ പതുക്കെ കയറും. സസ്പെൻഷൻ ഉള്ളിൽ നീല കളറാണ് ഗൈസ്, പുറത്ത് പച്ച കളർ. ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സിനെല്ലാം ഇങ്ങനെയല്ലേ, പുറത്ത് നീലയും ഉള്ളിൽ പച്ചയല്ലേ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു കൊമ്പൻ എടുത്തിട്ടാണ് മലക്കേക്ക് വന്നത്. പക്ഷെ മലക്ക് കൊമ്പനെടുത്തവർ ശരിയില്ലല്ലോ. നമ്മളതുകൊണ്ട് ഇക്കൊല്ലം നമ്മുടെ സ്വന്തം പമ്പ KSRTC എടുത്തിരിക്കുകയാണ്. എന്നിട്ട് നേരെ ശബരിമല. അപ്പോൾ ഇതാ മുന്നിലൊരു നീല വണ്ടി പോകുന്നുണ്ട്. ഒന്നും കാര്യമൊന്നുമില്ല. ശബരിമല എത്താനായല്ലോ, എത്താറായി ഗൈസ്. അപ്പോൾ നമ്മൾ മല കയറുന്നു. സ്വാമി ശരണം. 50 സ്പീഡിൽ ഇപ്പോൾ പോകുന്നില്ല വണ്ടി. എത്താറായിടാ. എത്തി ഗൈസ്. അപ്പോൾ ശബരിമല, സ്വാമി ശരണമയ്യപ്പ. ശബരിമല എത്തിയിരിക്കുകയാണ്. ഇതാ സൈഡ് കാണുന്നുണ്ടല്ലോ, ശബരിമലയുടെ സൈഡാണ്. ശബരിമലയിലെത്തി. അയ്യോ, ഇപ്പം മതിൽ പൊട്ടിച്ചിട്ട് തന്നെ കേസാക്കി തന്നെ.
അല്ലെങ്കിൽ ഇപ്പോൾ എന്തെല്ലോ കേസാണ് അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകണം വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ 18-ാം പടിയുടെ മുന്നിൽ തന്നെ നമ്മൾ വണ്ടി നിർത്തിയിടുകയാണ് ചെയ്തത്. അയ്യോ ബാക്ക് എടുത്തിന് ആവശ്യമില്ല, സ്ട്രെയിറ്റാക്കി വെക്കാനാ. ഇപ്പം സെറ്റായി. ഇനി നമ്മൾ യാത്രക്കാരെ പുറത്തിറക്കണം. അയ്യോ വീണ്ടും ഗായ്സ്. അപ്പോൾ എല്ലാവരും ഇറങ്ങിക്കോളൂ, ഡോർ തുറന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞൊരു സാധനമുണ്ട് കണ്ടാ, വാഴ എന്നില്ലേ, ആ വാഴ നമ്മൾ അവിടുന്ന് വെക്കാൻ വിട്ടുപോയതാണ്. അത് സംഭവം എന്താ അറിയോ, പുതിയ വർഷമല്ലേ, നമുക്ക് ഇതിൻ്റെ ഫ്യൂച്ചേഴ്സ് അറിയായിട്ടാണ്. അപ്പോൾ നമ്മൾ 18-ാം പടി കയറുകയാണ്. സ്വാമിയെ ശരണം അയ്യപ്പ. ഓ അയ്യപ്പന് മാറ്റമൊന്നുമില്ല, ബസ്സിന് മാത്രമേ മാറ്റം ഉണ്ടായിട്ടുള്ളൂ. ബാക്കിൽ അയ്യപ്പൻ അടുത്ത് തന്നെ ഉണ്ട്. അയ്യപ്പനെ എടുത്തുകൊണ്ട് പോയില്ല ഗൈസ്, അത് വേറെ കാര്യം. അതും കൂടി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. എൻ്റെ അപ്പൻ്റെ ഒരു ഫോട്ടോ എടുക്കൂ. സ്വാമി ശരണയ്യപ്പ. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടുന്ന് ബസ് കാണാൻ എന്താ രസം ഗൈസ്. അതൊന്നും നോക്കണ്ട, ചാർജ് കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മുടെ വണ്ടി എവിടുന്നാണോ നല്ല രസമുണ്ട്. ആ വാഴയെല്ലാം ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഇട്ടിട്ടാണ്ടതാണ്, അതായത് നമ്മൾ കുത്തിക്കയറ്റിയതാണ്. അതൊന്നും വേറെ കാര്യം. അല്ല വിടുക. പമ്പ ബസ്സാണ്, പമ്പ ബസ്. പമ്പ ഗണപതി. പമ്പ ഗണപതി ബസ്സെല്ലാം വിടുക. അപ്പോൾ നമ്മൾ നേരെ ബസ്സിൽ കയറാൻ പോവുകയാണ്. കയറി ഇനി ബാക്കിലോട്ട് പോവുകയാണ്. റിവേഴ്സ് എടുക്കണം. അതിന് മുമ്പ് ഡോറ് പൂട്ടി. അയ്യോ റിവേഴ്സ് ഇടാൻ മറന്നുപോയി. ആ വാഴയെല്ലാം അവിടെ തന്നെ നിൽക്കട്ട് താഴെത്തുന്നവരെ. അപ്പോൾ നമ്മുടെ വണ്ടി താഴെത്തും. കൊക്കയിലേക്ക് വീണില്ല, താഴെത്തും. അല്ലെങ്കിലും താഴെത്തും, അവർക്കറിയാം. കൊക്കയിലേക്ക് വീണ ഊട്ടുവഴിയൊക്കെ ഉണ്ട്, അതിൽ കൂടെ നമ്മളെത്തിയിരിക്കും. പിന്നെ കുറേ വളവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. ബാക്ക് ടയർ എന്തായാലും പാളുന്നുണ്ട്, വളവ വേണ്ടോന്ന്. ഇതെന്താ ഇവിടെ വണ്ടി അടിക്കുന്നുണ്ടാ? അതെന്താ സാധനം പ്രശ്നം എന്നറിയോ? നേരെ വണ്ടി ഇടാം. ഇനി ബാക്കെടുത്ത് നേരെ ഒന്നും കൂടി ശബരിമലക്ക് പോകണം. അയ്യപ്പനെ കാണാൻ ഒന്നും കൂടി പോകണം. എന്താ സാധനം എന്ന് ചോദിച്ചാൽ അച്ചോന്നൊരു സാധനം ഉണ്ടാടാ, വേറെ കാര്യം അടുക്കണം. അടുത്തില്ലേ വണ്ടി മുന്നോട്ട് പോരാ, ഇതേപോലെ അടിച്ചിരിക്കും. നമുക്ക് 100 ഹെൽത്തിൽ നിൽക്കണമെന്നായിരുന്നു, പക്ഷേ നമ്മുടെ പൊട്ടത്തരം കൊണ്ട് നമ്മളെടുത്തില്ല. വീണ്ടും പൊട്ടിച്ച തന്നെ ഇപ്പോൾ മാറ്റിയിട്ട്. കണ്ടിന്യൂ അടിച്ചോ? അയ്യോ കണ്ടിന്യൂ അടിച്ചപ്പോൾ അപ്പുറത്തേക്ക് പോയി ഗൈസ്. അപ്പോൾ നമ്മൾ ടാറ്റയുടെ വണ്ടിയിൽ താഴേക്ക് പോവുകയാണ്. വന്നതുകൊണ്ട് ടാറ്റേൻ്റെ വണ്ടിയിൽ തന്നെ. ടയർ പിന്നെയും പാളി, ബോംബെല്ലാം പൊട്ടുന്ന പോലത്തെ ഒച്ച വരിക ഗൈസ്. അത് വേറെ കാര്യമാണ്, ഇത് വേറെ കാര്യം. വണ്ടിയുടെ ഒച്ച ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തതാണ്. എന്തായാലും എൻ്റെ ഒച്ച പിന്നെ കിട്ടൂല, അതുകൊണ്ട് വണ്ടിയുടെ ഒച്ച ഞാൻ ഇൻക്ലൂഡ് ചെയ്തില്ല ഗൈസ്. അപ്പോൾ നമ്മൾ പറക്കുകയാണ്. കൊക്കയിലൊക്കെ വീട്ടിലെ താഴെത്തും, ഉറപ്പാ. പക്ഷെ ഇപ്പോൾ ഇനിയാണ് പേടിക്കേണ്ടത്. ഇങ്ങോട്ട് വരുന്ന വണ്ടിയുടെ അയ്യോ ചെറുതായിട്ടൊന്ന് അടിച്ച്, പക്ഷേ ഇല്ല, 2 അരവണ കിട്ടീനി. അരവണ കൊണ്ടുപോകുന്ന വണ്ടിയാവുന്നു. അപ്പോൾ ഇവിടെ അയ്യോ മരം നമുക്കൊരു കുത്തിട്ട് അമ്പലം വിട്. അയ്യോ ഒന്നും കാണുന്നില്ല, ഇപ്പോൾ പോയെന്നെ. ഇപ്പം അങ്ങ് കൊക്കയിലുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ വരികയാണ്. ഇനി താഴെത്തിയിട്ടാണ് പമ്പയിലുണ്ടാവും നമ്മൾ. ഇനി പമ്പയിലെത്തണം ഗൈസ്.
അമ്പയിൽ കണ്ട ബസ്സാണ് ഇപ്പോൾ ശബരിമലക്ക് വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് പോയത്. വേറെ കാര്യം കൊടുക്കുക. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ബസ് കൊണ്ടുവരണം. ട്രാക്ടറായിട്ടും കൊണ്ടുവരണം. ട്രാക്ടർ കൊണ്ടുവരണം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ട്രാക്ടർ കൊണ്ടുവരണം എന്ന് പറ. കൊണ്ടുവരണം എന്തായാലും. അത് വേറെ കാര്യം. ഇതിനടുത്ത് തന്നെ കൊണ്ടുവരും. പഠിക്കണ്ട. നമ്മുടെ വണ്ടീൻ്റെ പുറം ഭാഗം ഒന്ന് കാണാം. ഇതിനകത്ത് കർട്ടൻ മൂടാൻ കഴിയും ഗൈസ്. ആ രണ്ടാമത്തെ നെക്കിയാൽ കർട്ടൻ മൂടാൻ കഴിയും. ഒന്നാമത്തെ എന്താണെന്നറിയില്ല. ഒന്നാമത്തെ മുന്നിലൊരു സാധനമുണ്ട്. നല്ല രസമില്ലേ. എടുക്കാൻ പോയിട്ടും വരാം. അയ്യോ കൊക്കയിൽ വീണല്ലേ. ഇനി വേണ്ട. വിട്ടോ ഇപ്പം ആംബുലൻസ് വരും. അപ്പത്തേക്ക് നമുക്ക് പോവാം. ദൈവമേ, അടുത്ത കണ്ടേറ്റും അടിച്ചാലോ 2000 മണി കിട്ടും. വേണ്ട പാവം. ഉള്ള ബാക്കത്തെ വീണ്ടും പാളി ഗൈസ്. നല്ല റോഡാണ്. നല്ല ബസ്സുമാണ്. ഓടിക്കുന്ന ആൾ നല്ലതാ ഗൈസ്. അപ്പോൾ നല്ല ഗിയർ കേട്ടോ. എനിക്ക് പെരുത്ത് ഇഷ്ടപ്പെട്ടു. വീണ്ടും ഹമ്പ് ഞാൻ കണ്ടില്ല. ബസ്സെല്ലാം വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. ഇത് ഗവൺമെൻറ്റിൻ്റെ സ്ഥലമല്ലേ. വീണ്ടും വരവണം. അടിച്ചാലോ. നമ്മൾ എത്താനായി തോന്നുന്നു. എത്തി. അതെന്താ അറിയോ, ആ 2 മരം അടുപ്പിച്ചിട്ട് മറ്റേ റോഡിൻ്റെ നടുക്കുണ്ട്. അപ്പം നമ്മൾ നേരെ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ റിവേഴ്സ് അടിച്ച് വെക്കുകയാണ് വീണ്ടും ഒരു ട്രിപ്പ് അടിക്കാൻ. പക്ഷേ ഇപ്പോൾ ഇത് മാത്രമേ നമ്മൾ വീഡിയോയിൽ ചേർക്കൂ. നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. വണ്ടി ഓഫാക്കി ഹാൻഡ് ബ്രേക്ക് ഇട്ടു. നമ്മുടെ വണ്ടി ഓഫാക്കി ഹാൻഡ് ബ്രേക്ക് ഇട്ടു. നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ബസ്സിൻ്റെ. ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ഇത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ശരിക്കും ഇത് പച്ച KSRTC. ആ വാഴ എവിടെ നിൽക്കട്ട്. അടുത്ത ട്രിപ്പും കൂടി പോകണമല്ലേ. അത് സീനില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഗൈസ്. കണ്ടക്ടർ ഒരേ നിൽക്കലാണ്, ഇരിക്കലൊന്നുമില്ല. അപ്പോൾ ഗായ്സ് ഇത്രയും ഇന്നത്തെ വീഡിയോ ഉള്ളൂ. വീണ്ടും ബസ് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.